അമ്മ നോക്കിക്കോ, ഈ മുറ്റത്തൊരു ആനപ്പന്തി, അതിൽ നിറയെ കൊമ്പന്മാര്, അതിലേറ്റവും കേമന്റെ പുറത്ത് എന്റെ അമ്മയിരുത്തി ഈ നാട് മുഴുവൻ കറക്കി ഗുരുവായൂർ കൊണ്ട് തോന്നിക്കും ഞാൻ. അമ്മ നോക്കിക്കോ. പോയ പോയ പോയി, എനിക്ക് 100 കൂട്ടം ജോലിയുള്ളതാ. ഇന്ന് പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് പിടിച്ചേ, പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാം. അമ്മേ, എന്നെ ആരും വിശ്വസിക്കുന്നില്ല. അമ്മയുടെ മോൻ കള്ളം പറയോ? അമ്മ വാ, കാണിച്ചു തരാം. വാ, ദാ നോക്ക്, അമ്മയുടെ ഈ മോൻ മേടിച്ച ഗജകേസരി അർജുനൻ. ഈശ്വര, പറഞ്ഞതുപോലെ നേരാണല്ലോ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതെങ്ങനെ സാധിച്ചു മോനെ? നിന്റെ എവിടെ നിന്ന് അതിന് മാത്രം പൈസ? കഴിഞ്ഞ വർഷം ഉത്സവത്തിന് അർജുനെ നമ്മൾ എഴുന്നള്ളിച്ചപ്പോ 3 ലക്ഷം രൂപയാണ് ഏക്കം കൊടുത്തത്. അതേ സംഖ്യ തന്നെ ഏക്കം കൊടുത്ത് ആനപ്രേമി കൃഷ്ണപ്രസാദിന്റെ ആന അർജുനെ തന്നെ ഇത്തവണയും തെക്കേക്കരക്കാരുടെ കൊമ്പനായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. എന്താ? അവ എത്തരുത്. അടയ്ക്ക് മുമ്പ് അവൻ വരാൻ പാടില്ല. എന്നാലും വേണ്ടില്ല. 5 ലക്ഷം നട അടയ്ക്കാൻ പറ്റേ അർജുൻ ഇപ്പൊ വരും. അതെ, ഇനി കാത്തിരിക്കുന്നത് അർത്ഥമില്ല. ഇതെല്ലാവരുടെ ചേർന്നുള്ള തട്ടിപ്പാ. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇവര് പറയുന്നത് മാത്രം കേൾക്കാതെ തന്ത്രിയെ നടയടച്ചത് എന്ന് നടയട. അതെ, നീ നമ്മുടെ മാനം കാത്തു. ആർക്കടാ അളക്കരുത്? അളക്കടാ, അളക്ക്. ഗുരുവായൂരപ്പനാണ് സത്യം, അളക്കേണ്ട കാര്യമില്ല. കണ്ടാൽ അറിയില്ലേ അർജുന് തന്നെ. പ്രസാദേ, ഈ നിമിഷം മുതൽ അർജുനൻ നിന്റേതാ, നിന്റേത് മാത്ര. ഇനി അവനെ നോക്കാൻ നിനക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. ഇത് വെറും വാക്കല്ല. ഈ നിൽക്കുന്ന ദേശക്കാരെയും ഭഗവതിയെയും സാക്ഷി നിർത്തി ഞാൻ തരുന്ന വാക്കാ. ഇത് ഒരിക്കലും മാറില്ല. അർജുനൻ നീ എടുത്തോടാ. അകലയാ ഇരുളലകൾ അകലയാ